മറ്റു വാർത്തകളിലേക്ക് പോകുകയാണ്. കേന്ദ്രത്തിന്റെ നൈപുണ്യ വികസന പദ്ധതിയായ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപകമായ വിജിലൻസ് പരിശോധന. പദ്ധതി നടത്തിപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തെ തുടർന്ന് 62 ഇടങ്ങളിലാണ് ഓപ്പറേഷൻ സ്കിൽ ഗാർഡ് എന്ന പേരിൽ പരിശോധന നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദിഷ്ണയും ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാലും ചേരുന്നുണ്ട്. ആദ്യം ദിഷ്ണയിലേക്ക് പോവുകയാണ്. ദിഷ്ണയ്ക്ക് ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല, ഇനിയും ഏതെങ്കിലും പദ്ധതികൾ നടപ്പാക്കുകയാണെങ്കിൽ അതിനകത്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തുകയുമാണ്. എന്താണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്നത്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സ്കിൽ ഗാർഡ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന പദ്ധതിയുടെ സംസ്ഥാനത്തെ നടത്തിപ്പിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വിജിലൻസിന്റെ സംസ്ഥാന തല മിന്നൽ പരിശോധന ആരംഭിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ 62 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ മിന്നൽ പരിശോധന നടത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് വിജിലൻസ് തയ്യാറായിരിക്കുന്നത്. ഇതിൽ 60% കേന്ദ്ര സർക്കാർ പണം നൽകുന്ന പദ്ധതിയാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഉപയോഗം ഒന്നും തന്നെ എത്തുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഈ 62 ഇടങ്ങളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടത്തി വരുന്നത്. രാവിലെ 10:30 മുതലാണ് ഇത്തരത്തിൽ ഈ മിന്നൽ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. സുധീഷ് ഗോപാൽ കൂടി ആലപ്പുഴയിൽ നിന്നും ചേരുകയാണ്. സുധീഷ്, ആലപ്പുഴ ജില്ലയിലാണോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്? ആലപ്പുഴ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ 3 കേന്ദ്രങ്ങളിലാണ് നൈപുണ്യ പരിശീലനം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി നൽകിയിരുന്നത്. ഈ കേന്ദ്രങ്ങളിലാണ് പരിശോധന. ഇതിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനമായും ഈ 60% ഇതിന്റെ ഫീസും മറ്റു ചിലവുകളും കേന്ദ്ര സർക്കാർ വഹിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളിൽ നിന്നും മറ്റും വലിയ തുക ഫീസായി ഈടാക്കുകയും കൃത്യമായി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയും സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതിരിക്കുകയും അടക്കമുള്ള പരാതികളാണ് ഉയർന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ അത്തരം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ, അത്തരത്തിൽ പരിശീലനം നൽകുന്നതിനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചത്. അതിൽ വ്യാപക വീഴ്ച ക്രമക്കേട് കണ്ടെത്തി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൗതം. ഓക്കെ, സുധീഷ് ഗോപാൽ, കേന്ദ്രത്തിന്റെ നൈപുണ്യ വികസന പദ്ധതിയായിട്ടുള്ള ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ 63 സ്ഥലങ്ങളിൽ വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ദിഷ്ണയും ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാലുമാണ് ചേർന്ന് ഒരു ഇടവേളയിലേക്ക്.